ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നത്, നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇത് നടന്നിട്ടുണ്ടാകും. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണ്. എല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് സംസാരിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഒരു ഫാമിലി മെമ്പർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, തടി കുറച്ച് കൂടിയല്ലോ. നിങ്ങൾ ഒരു ഫേക്ക് സ്മൈലി കൊടുക്കുന്നു. പക്ഷേ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു വിഷമമൊക്കെ തോന്നിക്കാണും. എനിക്കൊരു അനുഭവം ഉണ്ടായി. അടുത്ത ദിവസം ഞാനൊരു ബാങ്കിൽ നിൽക്കുകയാണ്. എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു കുട്ടി എൻ്റെ അടുക്കലേക്ക് അവൾ വന്ന് കുറച്ച് കഴിഞ്ഞ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നന്നായി തടി വെച്ചിട്ടുണ്ട് ചേച്ചി കേട്ടോ എന്ന്. ഞാൻ ഒരു നിമിഷം ആ കുട്ടിയെ ഒന്ന് നോക്കി. കാരണം എന്നേക്കാളും വളരെ ഇളയ ഒരു കുഞ്ഞാണത്. അവളെ ഞാനൊന്ന് നോക്കിയപ്പോൾ എന്താ സംഭവം, എനിക്ക് വണ്ണം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടി എന്നേക്കാളും ഇരട്ടി തടിയായിട്ടുണ്ട്. അപ്പോൾ അത് അവൾക്കൊരു വിഷയമല്ല, പക്ഷെ എനിക്ക് തടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് സത്യം പറഞ്ഞാൽ ഒരു ഫേക്ക് സ്മൈലി തന്നെയാണ് ഞാനും ഓക്ക് കൊടുത്തത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ ഒരു വിഷമം തോന്നി. കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വേറൊരു സാഹചര്യം, വേറൊരു ഫാമിലി മെമ്പർ വന്ന് ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ വല്ലാതായല്ലോ, ജോലിക്കൊന്നും പോകുന്നില്ലേ? സ്വാഭാവികം, നമ്മൾ മറുപടി പറയും, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഉണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം, ഉണ്ടെങ്കിൽ ആ സാലറിയൊക്കെ കുറവായിരിക്കും ഇല്ലേ, അല്ലെങ്കിൽ അവിടെ എന്തോ കിട്ടാനാ? പോട്ടെ, മക്കളൊക്കെ എന്തോ ചെയ്യുന്നു? മോളല്ലെങ്കിൽ മോൻ എന്തോ ചെയ്യുന്നു? എന്ത് ചെയ്യാനാ, സാരമില്ല, എല്ലാം പറ്റിപ്പോയി, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോലും അതിശയം തോന്നും. നമ്മൾക്കില്ലാത്ത പ്രശ്നം അവർക്കെന്താ? കഷ്ടം, എന്തൊരു ഉത്തരവാദിത്വം നമ്മുടെ കാര്യത്തിലില്ലേ? ആ സമയം നമ്മൾ മറുപടി കൊടുക്കും. എന്നെ സംബന്ധിച്ച് നമുക്ക് മറുപടി കൊടുക്കാം, അവൾക്കൊരു ജോലിയൊക്കെ ആയി, നല്ല സാലറിയൊക്കെ ഉണ്ട് എന്ന് പറയും. കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് ചുറ്റിപ്പറ്റി നിന്നിട്ട് അവരങ്ങ് പോവും, അവിടെ നിൽക്കില്ല. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ടൊന്നും സംഭവിക്കത്തില്ല, പക്ഷേ മാനസികമായിട്ട് നമുക്കൊരു വിമ്മിഷ്ടം അല്ലെങ്കിൽ ഒരു ചെറിയ നിരാശ, ഇതൊന്നും അല്ലെങ്കിൽ ഒരു കൈൻഡ്സ് ഓഫ് ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും, എന്താണ് എനിക്ക് ഇത്രയും സെൻസിറ്റീവായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇവരുടെയൊക്കെ വർത്താനം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത്? എനിക്കാണോ ഇനിയും പ്രശ്നം, അതോ അവർക്കാണോ ഇനിയും പ്രശ്നം? എന്ത് ചെയ്യാം? ഞാനൊരു കഥ പറയാം. എനിക്കറിയാൻ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ നമുക്ക് നിള എന്ന് വിളിക്കാം. നിള പഠിച്ചു, നല്ലൊരു ജോലിയൊക്കെ കിട്ടി. അവൾ ആ സന്തോഷത്തിൽ അവിടെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു, എനിക്ക് ജോലി കിട്ടി. കുറച്ച് പേരൊക്കെ അതിന് അവളെ സന്തോഷം അറിയിച്ചു. അതിലൊരു ഫാമിലി മെമ്പർ പറഞ്ഞു, ഇതാണോ കാര്യം, ഒരു പ്രൈവറ്റ് ജോബ് അല്ലേ, എപ്പോൾ വേണമെങ്കിലും അത് പോകാം. അതിനിടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞു, ഒരു കാറ് വാങ്ങിച്ചവൾ. ആ സമയത്ത് ആ ഫാമിലി മെമ്പർ പറയുകയാണ്, അതെന്താ, അത് ലോണല്ലേ? കുറച്ച് കഴിഞ്ഞൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ഇപ്പോൾ പറയാം, അതിൻ്റെ ലൊക്കേഷൻ അത്ര ശരിയല്ല. അതിനുശേഷം അവിടെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയൊക്കെ ആയി. കുട്ടി വന്നപ്പോൾ പിന്നെ അറിയേണ്ടതാണ്, ജോലിക്ക് പോകുന്നുണ്ടോ? അപ്പം ജോലിക്ക് പോയാൽ കുട്ടി ആര് നോക്കും? അവൾക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ലൈഫിൽ എന്ത് കാര്യം ചെയ്താലും ഈ ഒരാൾ ഒരിക്കലും ഹാപ്പി ആവില്ല. പ്രോബ്ലം ആ റിലേറ്റീവിൻ്റെ മൈൻഡ് സെറ്റാണ്. നമ്മൾക്കറിയാം, നമ്മുടെ എല്ലാ ഫാമിലിയിലും കാണും ഇതുപോലെ ഒരാൾ. ചുരുക്കി പറഞ്ഞാൽ പാഷാണത്തിൽ കൃമി എന്ന് തന്നെ പറയാം. നമ്മൾ ചിരിച്ചാൽ പറയും, കൊള്ളാം, അവൾ ഈ സാഹചര്യത്തിലും അവിടെ ചിരി കണ്ടോ, സമ്മതിച്ചു, ദൈവമേ ഞാൻ എങ്ങാനോ ആയിരിക്കണം, എന്നേ തീർന്നേനി. പോയി തീർന്നു. സൈലൻ്റ് ആയി കഴിഞ്ഞാലോ, അയ്യോ അവൾക്ക് ഭയങ്കര വിഷമമാ, കഷ്ടം, എന്ത് ചെയ്യാനാ?
ഇതില് നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്നറിയാവോ? നമ്മൾ പലരും വിചാരിക്കും ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം, എൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാം, ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതിക്കൊരു മാറ്റമൊക്കെ ഉണ്ടാവും. പറയുന്നുണ്ട് ഞാൻ പാവമാണ്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ, അടുത്ത പ്രാവശ്യമാട്ടെ നല്ല ചുട്ട മറുപടി കൊടുക്കണം. അങ്ങനെ പറഞ്ഞാൽ ഇനി മേല എൻ്റെ അടുക്കെ വന്ന് ഇങ്ങനൊരു കാര്യം പറയത്തില്ല. അങ്ങനെ മാറുന്നവരുണ്ടോ? എവിടെ മാറാൻ? ഒരിക്കലുമില്ല. മാറിയ ചരിത്രമില്ല. നമ്മളിൽ ചിലർ പറയും നമ്മുടെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ കുറച്ച് സമാധാനമാകുമെന്ന്. അയ്യോ, ഒരിക്കലും ചെയ്യല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെൽത്തി റിലേഷൻഷിപ്പിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഒരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചില ആളുകളോട് നമ്മുടെ ഒരു പ്രോബ്ലം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആകെ ടെൻഷനിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. അയ്യോ, അതങ്ങനെയായ ഭയങ്കര പ്രോബ്ലമാണ്, എന്തു പണിയായി കാണിച്ചത്, എനിക്കറിയാൻ വയ്യ, ഇനി എന്തോ ആകും. തീർന്നു. ടോക്സിക് റിലേഷൻഷിപ്പ്. ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഒരു സൊല്യൂഷനായി മാറുന്നത്? ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യൂര്. അതുകൊണ്ട് നിങ്ങൾ അടിവരയിട്ട് വെച്ചു. നമ്മളൊരു ചുമരിനോട് പോയിട്ട് പറയുകയാണ്, ഒന്ന് മാറി നിൽക്കാവോ, ചുമര് മാറുവോ? ഇല്ല. വീണ്ടും നമ്മൾ പറയും, പ്ലീസ് ഒന്ന് മാറാവോ? മാറത്തില്ല. ചില ആളുകൾ അങ്ങനെയാണ്. നമുക്ക് ഒരു രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ മാറാൻ തയ്യാറല്ല. നമുക്കൊരാളെയും മാറ്റാൻ കഴിയില്ല. മറ്റുള്ളവരെ മാറ്റാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മുടെ കഥ തീർന്നിട്ടില്ല. കഥ നമ്മുടെ നിളയുടെ കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. അവൾ എന്ത് ചെയ്തു? അവൾ ആരോടും വഴക്കിട്ടില്ല. അവിടെ ഒരു റിലേഷൻഷിപ്പും അവൾ വേണ്ടാന്ന് വെച്ചില്ല. പക്ഷേ അവളൊരു ബൗണ്ടറി വരച്ചു, ഒരു അതിർത്തി നിശ്ചയിച്ചു. തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരോടും പറയുന്നത് അവളങ്ങ് നിർത്തി. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും കേട്ടാലും ചിരിച്ചുകൊണ്ട് വിഷയം അങ്ങ് മാറ്റും. വാദമില്ല, വിശദീകരണമില്ല. അങ്ങനെ അവൾ പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു രസകരമായ കാര്യം സംഭവിച്ചു. അത് നാളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടരെ.